ജനവിധി എതിരായതിനെ തുടർന്ന് പടിയിറങ്ങിപ്പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളഞ്ഞു നിന്ന് കേരളത്തിലെ ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരെല്ലാം കൂടി അധിക്ഷേപം ചൊരിയുമ്പോൾ ആ മനുഷ്യൻ എന്തായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരുന്നു എന്നും ഈ നാട്ടിൽ സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എത്രമാത്രം ജാഗ്രത പുലർത്തിയിരുന്നു എന്നതിന് ചിലയിടങ്ങളിൽ നിന്നെങ്കിലും നല്ല വാക്കുകൾ വരുന്നുണ്ട്. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എപ്പോഴും അപക്വമാണ്. അവർക്ക് യാഥാർത്ഥ്യം ചിലപ്പോൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകേണ്ടി വരും. പക്ഷേ എല്ലാ മനുഷ്യരും ആ ആൾക്കൂട്ടങ്ങളെപ്പോലെ വ്യക്തിയെ മനസ്സിലാക്കാതെ പോയില്ല എന്നതിന് ഉദാഹരണമാണ് ഈ കാണുന്ന പ്രതികരണം. സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള സിൻസി എന്ന യുവതി പിണറായി വിജയൻ പടിയിറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോക്കിയേ. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് അധിക്ഷേപ കമന്റുകളും പരിഹാസ ചിരികളും ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ശ്രീ പിണറായി വിജയനോടാണ്. നന്ദി സഖാവേ, ഈ 10 വർഷം ഞങ്ങൾക്ക് കാവലാളായി നിന്നതിന്. നിപ്പയും പ്രളയവും ഉരുൾപൊട്ടലും ഒരു ജനത അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും മോശമായ സാഹചര്യത്തിലൂടെ എല്ലാം ഞങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങൾക്ക് കാവലാളായി നിന്നതിന്, ഞങ്ങൾക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി തന്നതിന്, ധൈര്യം തന്നതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. അതുമാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഈ കേരള ചരിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങേക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ്. നന്ദി. മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തിയ മനുഷ്യരോട് ഒരു കടപ്പാടും ബഹുമാനവും എന്തിനേറെ പറയുന്നു, ഒരു ആദരവും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ സിറ്റുവേഷൻ കടന്നു കഴിഞ്ഞാൽ പാലം കടക്കുവോളം രാമായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന മനുഷ്യർക്കുള്ളിൽ തന്നെയുള്ള മറ്റൊരു മുഖമുണ്ട്. അവർക്ക് അതേ ശീലമുള്ളൂ. അവർക്ക് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആശ്രയമായിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും വേണോ ആ പ്രതിസന്ധി കടന്നു കഴിഞ്ഞാൽ ഈ തള്ളിപ്പറയുന്നവരും ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന മനുഷ്യരോടും ഇതേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നും കഴിഞ്ഞ 10 വർഷം ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ പല ഉദാഹരണങ്ങളും നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് അന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ കഴിഞ്ഞേക്കുമെന്ന ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ഒരു നാടിനെ മുന്നേറണം അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാടിൽ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തൊരു വ്യക്തിയെ മറ്റൊന്നും കൊണ്ട് തകർക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ മുന്നണിയെ തകർക്കണമെന്നുണ്ടെങ്കിൽ നയിക്കുന്നവനെ തന്നെ വീഴ്ത്തണമെന്നുള്ളത് കൊണ്ടും അയാൾക്കെതിരെ നിരന്തരം ഇവർ സൃഷ്ടിച്ച വ്യാജ പ്രചരണങ്ങൾ കുറേയേറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിലൂടെ അവർ ആഗ്രഹിച്ച നേട്ടത്തിലേക്കും എത്തി. വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് എല്ലാം ഇല്ലാതായിപ്പോയി എന്ന് കരുതുന്നവർ, എന്തായിരുന്നു നിങ്ങൾ ഇന്നിപ്പോൾ പരിഹസിച്ച, അപഹസിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നലകളിൽ കരുതലായിരുന്ന ഈ സമൂഹം മുഴുവൻ ആശങ്കപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ മുന്നിൽ നിന്ന് ഭയപ്പെടേണ്ട, നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന ധൈര്യം തന്ന വ്യക്തിയുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ അപമാനിക്കുന്നവർക്ക് കാലം മറുപടി തരും. ഇന്നലകളിൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും വരെ സുരക്ഷ ഒരുക്കിയിരുന്ന ഒരു മനുഷ്യന് നേർക്കാണ് ഇത് കാട്ടിയത് എന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് നിരാശപ്പെടാനും അവസരമുണ്ടാകും. അതുകൊണ്ട് ഇപ്പോഴത്തെ തിരിച്ചടിക്കിടയിലും ചില മനുഷ്യരെങ്കിലും അയാൾ ചെയ്തിരുന്ന നന്മയുള്ള പ്രവർത്തനങ്ങളെ ഈ രീതിയിൽ അഭിനന്ദിക്കുകയും അതിനോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് കൊടിയ ആക്രമണങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ ആശ്വാസമാണ്. ചിലരെങ്കിലും വസ്തുത മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ചിലരെങ്കിലും ആ നന്മ മനസ്സിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിനിടയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്താകമാനം നടക്കുന്ന ആൾക്കൂട്ട വിചാരണകളും നിങ്ങൾക്ക് സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു വിചാരണ നടന്നു എന്ന് കരുതിക്കൊണ്ട് അത് ശരിയായിരുന്നില്ല എന്ന് തെളിയാനും അധികം കാലം മുന്നോട്ട് പോകേണ്ടി വരില്ല എന്ന് ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെ തെളിയിക്കപ്പെടും.